ഇറാനിൽ ആക്രമണം നടത്തിയിരിക്കുന്നു ഇസ്രായേൽ. മുൻകരുതൽ എന്ന പേരിലാണ് ഇറാന്റെ തലസ്ഥാനമായ തെഹ്റാനിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയിരിക്കുന്നത്. ശനിയാഴ്ച രാവിലെ തെഹ്റാനിൽ വ്യോമാക്രമണം നടന്നതായാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളും സ്ഥിരീകരിക്കുന്നത്. അമേരിക്ക ഇറാൻ ആണവ കരാർ ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെയാണ് എല്ലാത്തിനെയും അട്ടിമറിച്ചുകൊണ്ടുള്ള ആക്രമണം ഉണ്ടാകുന്നത്. വിശദമായി നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ആഴ്ചകളായി ലോകം ഭയന്നിരുന്ന ആ ആക്രമണം ഒടുവിലുണ്ടായിരിക്കുന്നു. അമേരിക്കയുമായി ചേർന്നാണ് ഇസ്രായേലിന്റെ ആക്രമണം എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. പരമോന്നത നേതാവ് ആയതുള്ള അലി ഖാംനെയുടെ തെഹ്റാനിലെ ഓഫീസുകൾക്ക് സമീപമാണ് ആക്രമണം നടന്നത് എന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. മുൻകരുതൽ എന്നാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ഈ ആക്രമണത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ജനങ്ങളോട് ബങ്കറുകളിലേക്ക് മാറാൻ നിർദ്ദേശം കൊടുത്ത സയനിസ്റ്റ് ഭരണകൂടം ഇസ്രായേലിൽ അടിയന്തരാവസ്ഥയും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. തെഹ്റാനിലെ യൂണിവേഴ്സിറ്റി സ്ട്രീറ്റിലും ജോംഹോറി പ്രദേശത്തും നിരവധി മിസൈലുകൾ പതിച്ചതായാണ് ഫാസ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാന്റെ തിരിച്ചടി പ്രതീക്ഷിക്കുന്ന ഇസ്രായേൽ പൗരന്മാരോടെല്ലാം സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇസ്രായേലിലെമ്പാടും മുന്നറിയിപ്പ് സൈറണുകൾ മുഴങ്ങുകയാണ് എന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഏത് നിമിഷവും അമേരിക്കയുടെയോ ഇസ്രായേലിന്റെയോ ഭാഗത്തു നിന്ന് ആക്രമണം ഉണ്ടായേക്കാമെന്ന് ആഴ്ചകളായി വിദഗ്ധർ അഭിപ്രായപ്പെട്ടിരുന്നു. അത്രമാത്രം സൈനിക വിന്യാസമായിരുന്നു അമേരിക്ക പശ്ചിമേഷ്യയിൽ നടത്തിക്കൊണ്ടിരുന്നത്. 2003 ഇറാഖ് അധിനിവേശത്തിന് ശേഷം മേഖലയിൽ അമേരിക്ക നടത്തിയ ഏറ്റവും വലിയ സൈനിക വിന്യാസമായിരുന്നു നിലവിൽ നടന്നുകൊണ്ടിരുന്നത്. അതിന്റെ ആത്മവിശ്വാസമാകണം ഇസ്രായേലിന്റെ നിലവിലെ ആക്രമണത്തിന് പ്രേരകമായത് എന്ന് വേണം കരുതാൻ. കഴിഞ്ഞ ദിവസങ്ങളിൽ അമേരിക്ക തങ്ങളുടെ അത്യാവശ്യമല്ലാത്ത ജീവനക്കാരെ ലെബനനിൽ നിന്നെല്ലാം പിൻവലിച്ചിരുന്നു. ഇതെല്ലാം ഒരു ആസൂത്രിത ആക്രമണമാണ് ഉണ്ടായിരിക്കുന്നത് എന്ന സൂചനയാണ് നൽകുന്നത്. ഇനി ഇറാൻ എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുക എന്നതാണ് കണ്ടറിയേണ്ടത്. തങ്ങൾക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടായാൽ കടുത്ത ഭാഷയിൽ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇറാൻ നേരത്തെ തന്നെ അറിയിച്ചിരുന്നതാണ്. അമേരിക്കയുടെ കപ്പലുകൾ ഉൾപ്പെടെ കടലിൽ താഴ്ത്തുമെന്ന് ഖാംനെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഹോർമോസ് കടലിടുകിൽ ഉൾപ്പെടെ സൈനിക പ്രകടനവും ഇറാൻ നടത്തിയിരുന്നു. കഴിഞ്ഞ ജൂണിൽ നടന്ന 12 ദിന യുദ്ധത്തിൽ ഇസ്രായേലിനെ തകർത്ത് തരിപ്പണമാക്കുന്ന തരത്തിലായിരുന്നു ഇറാൻ പ്രഹരിച്ചത്. എന്തുതന്നെ ആയാലും പശ്ചിമേഷ്യയെ കടുത്ത അരക്ഷിതാവസ്ഥയിലേക്ക് ഇസ്രായേലിന്റെ ഈ നീക്കം തള്ളിവിടുമെന്നത് ഉറപ്പാണ്. 2025 ജൂണിൽ ഇസ്രായേൽ നടത്തിയ ഏകപക്ഷീയ ആക്രമണത്തിന്റെ അതേ മാതൃകയിലാണ് നിലവിലെ ആക്രമണവും നടന്നിരിക്കുന്നത്. അമേരിക്കയുമായി ആണവ ചർച്ചകൾ പുരോഗമിക്കവെയായിരുന്നു അന്നും അതിനെയെല്ലാം അട്ടിമറിച്ചുകൊണ്ട് ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടായത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ചർച്ചകളുടെ 4ാം ഘട്ടത്തിനായുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയ സമയത്തു തന്നെയാണ് ഇപ്പോഴത്തേത് എന്നതും ചരിത്രത്തിന്റെ തനി ആവർത്തനമാണ്. അതേസമയം കഴിഞ്ഞ ദിവസം നടന്ന ഇറാൻ അമേരിക്ക 3ാം ഘട്ട ആണവ ചർച്ചയും കരാറിലെത്താതെ പിരിഞ്ഞിരുന്നു. എങ്കിലും ചർച്ചയിൽ പുരോഗതി കൈവരിച്ചതായി മധ്യസ്ഥ രാഷ്ട്രമായ ഒമാൻ അറിയിച്ചതാണ്. കൂടിയാലോചനകൾക്ക് ശേഷം ഉടൻ തന്നെ വിയന്നയിൽ അടുത്ത ഘട്ട ചർച്ചകൾ ആരംഭിക്കുമെന്നും പ്രഖ്യാപിച്ചിരുന്നു. അതേസമയം ആണവ വിഷയത്തിൽ ഇറാനുമായി തുടരുന്ന ചർച്ചയിൽ സംതൃപ്തനല്ല എന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചിരുന്നു. യുദ്ധം ആഗ്രഹിക്കുന്നില്ലെങ്കിലും ചിലപ്പോൾ അത് അനിവാര്യമായി മാറുമെന്നും ട്രംപ് വ്യക്തമാക്കിയതാണ്. പിന്നാലെയാണ് ഇസ്രായേലുമായി ചേർന്ന് അമേരിക്ക ഇറാനെ ആക്രമിച്ചിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം.